നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അരൂർ. പ്രധാന വാർത്തകൾ. സ്പീക്കർ ഭരണകക്ഷിയുടെ ചട്ടകമായാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. വിവാദങ്ങളിലും പ്രതിഷേധങ്ങളിലും സ്തംഭിച്ച നിയമസഭ 2 ആഴ്ചത്തേക്ക് പിരിഞ്ഞു. റാന്നി പോലീസ് വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ലേല നടപടികൾക്ക് തുടക്കമായി. തടിയൂർ ലയൺസ് ക്ലബിന്റെ 2013-2014 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഭരണകക്ഷിയുടെ ചട്ടുകമായാണ് സ്പീക്കർ പ്രവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. സഭാ നടപടികൾ നിർത്തിവച്ചത് ജനാധിപത്യ വിരുദ്ധമാണ്. മുഖ്യമന്ത്രിക്ക് വിധേയനായി സ്പീക്കർ അധപ്പതിച്ചത് കഷ്ടമായിപ്പോയി. സഭ നിർത്തിവെക്കുവാനുള്ള തീരുമാനത്തിനെതിരെ സ്പീക്കറുടെ ചേംബറിന് മുന്നിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. സഭയ്ക്ക് പുറത്തും സ്പീക്കർക്കെതിരെ പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. വിവാദങ്ങളിലും പ്രതിഷേധങ്ങളിലും സ്തംഭിച്ച നിയമസഭ 2 ആഴ്ചത്തേക്ക് പിരിഞ്ഞു. അസാധാരണവും പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് നിയമസഭയിൽ നടക്കുന്നതെന്ന് സ്പീക്കർ G. കാർത്തികേയൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കുടുംബത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നടത്തിയ പരാമർശത്തെ തുടർന്നാണ് നിയമസഭാ നടപടികൾ ആദ്യം സ്തംഭിച്ചത്. പിന്നീട് സഭ ചേർന്നപ്പോഴും പ്രതിപക്ഷം ബഹളം തുടർന്ന് സഭാ സമ്മേളനം ജൂലൈ 7 വരെ നിർത്തിവെക്കണമെന്ന മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം സഭ പാസാക്കുകയായിരുന്നു. വ്യാജമദ്യ നിയന്ത്രണത്തിന് കാര്യക്ഷമമായ കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുന്നതിനുള്ള സമിതിയുടെ ജില്ലാതല യോഗം ജൂൺ 25-ാം തീയതി 3 മണിക്ക് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരും. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. റാന്നി പൂവൻമലയിൽ നിന്നും കഴിഞ്ഞ ദിവസം 10 വയസ്സുള്ള ബാലനെ കാണാതായി. പൂവൻമല പുറമ്പാറ ചരിവുകാലയിൽ രാജേഷിന്റെ മകൻ അരുണിനെയാണ് ഞായറാഴ്ച ഉച്ച മുതൽ കാണാതായത്. റാന്നി പോലീസ് ബാലന്റെ തിരോധാനം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. റാന്നി പൂവൻമല പുറമ്പാറ ചരിവുകാലയിൽ രാജേഷ് സുമി ദമ്പതികളുടെ 10 വയസ്സുള്ള അരുണിനെ കുറിച്ചുള്ള ആധിയിലും വ്യാധിയിലും കഴിയുകയാണ് വീട്ടുകാരും നാട്ടുകാരും. എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായ അരുണിനെ കാണാതായിട്ട് ഒരു ദിവസം പിന്നിടുകയാണ്. പൂവൻമലയിൽ ബാർബർ ഷോപ്പ് നടത്തുകയാണ് അരുണിന്റെ അച്ഛൻ രാജേഷ്. അരുണിനെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട് രാജേഷ് സുമി ദമ്പതികൾക്ക്. അമ്മ സുമി ബഹ്റിനിലാണ്. 23-ാം തീയതി ഉച്ചയ്ക്ക് അരുൺ അച്ഛന് ചോറുമായി പൂവൻമലയിൽ ബാർബർ ഷോപ്പിൽ എത്തിയിരുന്നു. അവിടെ നിന്നും തിരികെ വീട്ടിലേക്ക് പോയതാണ്. പൂവൻമല പാലത്തിന് അടുത്ത് വെച്ച് അരുണിനെ നാട്ടുകാരനായ ബിജു കണ്ടതാണ്. ബിജുവിനോട് കുശലവും പറഞ്ഞ് നീങ്ങിയതാണ് അരുൺ. അവനെ ഇന്നലെ ഉച്ചയാകുമ്പോൾ 1:30 ഞാൻ കണ്ടത്. അവൻ പൂമല ചോറ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നതായിട്ട് കണ്ടതാണ്. പിന്നെ എല്ലാ മനുഷ്യനായിട്ടും നല്ല കൂളായിട്ട് ഇടുന്ന ചെറുപ്പക്കാരനാണ്. ഏത് മനുഷ്യനും ഹിന്ദി അറിയാവുന്ന, മലയാളം അറിയാം. പിന്നെ എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട് നാട്ടുകാർക്ക് എല്ലാവർക്കും. അതുപോലെ ഇഷ്ടം. എല്ലാവരോടും കൂളായിട്ട് വർത്തമാനം പറയും. എല്ലാവരും എവിടെ പോകാതെ എന്ത് മറുപടി വെച്ച് മറ്റേ പിള്ളേർ മാറിപ്പോത്തേ ഉള്ളൂ. ഇവരെല്ലാവരോടും കൃത്യമായിട്ട് മറുപടി പറയിട്ടേ പോകത്തുള്ളൂ. വീട്ടിൽ തിരിച്ചെത്താൻ സമയം കഴിഞ്ഞിട്ടും രാജേഷിന്റെ മുത്തശ്ശി തിരക്കിയപ്പോഴാണ് മകനെ കാണാനില്ലെന്ന വിവരം രാജേഷ് അറിയുന്നത്. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചുവെങ്കിലും അരുൺ അവിടെയെങ്ങും ചെന്നതായി ആർക്കും അറിയില്ലായിരുന്നു. രാജേഷ് വർഷങ്ങളായി ഗുജറാത്തിൽ അച്ഛനും അമ്മയ്ക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അച്ഛന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ 2 വർഷം മുമ്പാണ് രാജേഷ് തന്റെ മൂത്ത മകനായ അരുണിനൊപ്പം നാട്ടിലെത്തിയത്. തുടർന്ന് മുത്തശ്ശിക്ക് തുണയായി അവിടെ തന്നെ കൂടുകയായിരുന്നു. പൂവൻമല MD LP സ്കൂളിൽ 4-ാം ക്ലാസ്സിലാണ് അരുൺ പഠിക്കുന്നത്. ഗുജറാത്തിൽ ജനിച്ചു വളർന്നതിനാൽ അരുൺ നന്നായി ഹിന്ദി സംസാരിക്കും. ആരോടും പൊടുന്നനെ അടുക്കുന്ന സ്വഭാവക്കാരനായിരുന്നു അരുൺ. അതുകൊണ്ട് തന്നെ അവനോട് എല്ലാവർക്കും വലിയ കാര്യമായിരുന്നുവെന്ന് അങ്ങാടി ഗ്രാമപഞ്ചായത്ത് അംഗം ഇന്ദിരാകുമാരി പറഞ്ഞു. ഉച്ചയ്ക്ക് ഞങ്ങൾ കണ്ടതാ, കടയിൽ വന്ന് ചോറും അച്ഛന് കൊടുത്തിട്ട് പോരുന്നതായിട്ട് കണ്ടതാ. പിന്നെ അവൻ മിടുക്കനൊരു കൊച്ചാരും അങ്ങനെ എളുപ്പം അവനെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. സ്കൂളിലാണെങ്കിലും അവനെപ്പറ്റി ടീച്ചർ പറഞ്ഞ് നല്ല സ്വഭാവം തന്നെയാണ് പറഞ്ഞത്. അതുപോലെ നമ്മുടെ നാട്ടിൽ പൂവമലയാണേലും അവനെപ്പറ്റി നല്ല അഭിപ്രായമുള്ളൂ പറയാൻ. അവൻ അങ്ങനെ വീട്ടിലൊരു പ്രശ്നങ്ങളുള്ളതായിട്ട് ഞങ്ങൾക്കറിയത്തില്ല. രാജേഷ് ആണെങ്കിലും അവൻ്റെ അച്ഛൻ കുഴപ്പക്കാരനൊന്നുമല്ല. അതുകൊണ്ട് അവനെ വഴക്ക് പറയുകയോ വീട്ടിലൊരു വഴക്ക് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്.
പിന്നെ ഇവൻ എന്താ പറ്റിയെന്നറിയത്തില്ല. അതുകൊണ്ട് നാട്ടിലുള്ളവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ഈ കുഞ്ഞെവിടെ ഉണ്ടെങ്കിലും അവനെ എത്ര എളുപ്പം അവൻ്റെ അച്ഛനെ ഏൽപ്പിക്കണമെന്നൊരു അപേക്ഷയാണ് ഉള്ളത്. കാരണം അവൻ ഇന്നലെ മൊത്തം രാത്രി ഞങ്ങളോടൊപ്പം എൻ്റെ വീട്ടിൽ കൂടുതൽ സമയം ഇരുന്ന് ഞങ്ങൾ കോഴിപ്പുറത്ത് പോലീസ് സ്റ്റേഷനിലും റാന്നി പോലീസ് സ്റ്റേഷനിലും അറിവും കൊടുത്തു, അവൻ്റെ ഫോട്ടോയും കൊടുത്തു. ഞങ്ങൾ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ എത്ര എളുപ്പം രാജേഷിനെ തിരിച്ചു കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മകന്റെ തിരോധാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉള്ളുപിടയുന്ന ഒരു തേങ്ങൽ മാത്രമായിരുന്നു രാജേഷിൽ നിന്നും ഉണ്ടായത്. തന്റെ ചെറുമകന്റെ മകനെ ജീവനേക്കാളുമേറെ സ്നേഹിച്ച മുത്തശ്ശി അമ്മിണിക്കും തന്റെ ചെറുമകനെ കാണാത്തതിലുള്ള ദുഃഖത്തിൽ നീറുകയാണ്. കുഴപ്പമൊന്നുമില്ല, ചോറും കൊണ്ട് പോയതായിരുന്നു. ചോറും കൊണ്ട് പോയേച്ചു വന്ന വരവ്. മോൻ്റെ മോൻ, മകൻ്റെ മോൻ, അവനൊരു കുഴപ്പമില്ല, നല്ലവനായിരുന്നു. നല്ലവനുമായിരുന്നു. ഒരു വഴക്കാട്ടിലും മല്ലാട്ടായാലും ഒരു കാർക്കാട്ടും ഒന്നിനും ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും അയൽവക്കത്തെ എല്ലാവർക്കും അവനോട് വലിയ കാര്യം. അവനെ കാണാതെ പോയപ്പോൾ ഇന്നലെ ഇവിടെ ഇരട്ടത്ത് വീട് നിറച്ച ആളായിരുന്നു. അരുണിന്റെ തിരോധാനത്തെക്കുറിച്ച് റാന്നി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവർ സംഭവസ്ഥലത്തെത്തി അരുണിന്റെ അച്ഛൻ രാജേഷ്, മുത്തശ്ശി, സമീപവാസികൾ എന്നിവരിൽ നിന്നും മൊഴിയെടുത്തു. റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിപിൻ മാത്യു, ഇന്ദിരാകുമാരി തുടങ്ങിയവരും അരുണിന്റെ വീട്ടിലെത്തി സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു. കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും റാന്നി SI KS വിജയൻ പറഞ്ഞു. വീട്ടുകാർ അടുത്തുള്ള സ്ഥലങ്ങളിലും കൂട്ടുകാരുടെ വീടുകളിലും സ്കൂളിലൊക്കെ അന്വേഷിച്ചു, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി പറയുന്നു. നമ്മൾ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതേവരെ കുട്ടിയെ കിട്ടുന്നതിലേക്ക് ഉപകാരപ്രദമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പോലീസ് അന്വേഷണം തുടരുകയാണ്. കൂടുതൽ ആൾക്കാരെ കണ്ടുപിടിക്കുകയും അതായത് ബന്ധുക്കളുടെ വീടുകളിൽ പോകാൻ സാധ്യത കാണുന്നുണ്ട്. കുട്ടിക്ക് 1.5 വർഷം മുമ്പ് വരെ ഗുജറാത്തിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാനൊരു സാധ്യതയുണ്ട്. ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അതും അന്വേഷിക്കുന്നുണ്ട്. ആദർശം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സിറ്റി ന്യൂസ് റാന്നി. വിവിധ കേസുകളിലായി റാന്നി പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ലേല നടപടികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങളായി. നിരവധി കേസുകളിൽ പിടിച്ചെടുത്ത 43ഓളം വാഹനങ്ങളാണ് ഇപ്പോൾ റാന്നി പോലീസ് സ്റ്റേഷൻ പരിസരത്തുള്ളത്. റാന്നി പോലീസ് വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത 43ഓളം വാഹനങ്ങൾ ഇപ്പോൾ റാന്നി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ക്ലെയിംഡ് ഉള്ളതും അൺക്ലെയിംഡ് ആയിട്ടുള്ളതുമായ കേസുകളിൽപ്പെട്ട വാഹനങ്ങളാണിവ. ക്ലെയിംഡ് വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങൾ അത് സംബന്ധിച്ചുള്ള കേസുകളുടെ വിധിയനുസരിച്ച് നടപടിയെടുക്കുമെന്ന് റാന്നി CI J ഉമേഷ് കുമാർ പറഞ്ഞു. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ക്ലെയിംഡ് വെഹിക്കിളുണ്ട്, അൺക്ലെയിംഡ് വെഹിക്കിളുണ്ട്. ക്ലെയിംഡ് വെഹിക്കിൾ അതിൻ്റെ കേസിൻ്റെ ഡിസ്പോസ് ചെയ്യുന്നതിന് അനുസരിച്ച് ചെയ്യും. ബാക്കിയുള്ള വെഹിക്കിൾസിൻ്റെ കാര്യമാണ്. അൺക്ലെയിംഡ് വെഹിക്കിൾസ് ആണെങ്കിൽ അൺക്ലെയിംഡ് വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുള്ള വാഹനങ്ങളാണ് ലേലം ചെയ്യുവാനുള്ള നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇതനുസരിച്ച് ഇത്തരം വാഹനങ്ങളുടെ വാല്യൂ അസസ്മെന്റ് നിശ്ചയിക്കേണ്ടതായിട്ടുണ്ടെന്നും അതിനായി റാന്നി ജോയിന്റ് RTOയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും CI J ഉമേഷ് കുമാർ പറഞ്ഞു. ജോയിന്റ് RTOയ്ക്ക് റിപ്പോർട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ജോയിന്റ് RTO വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ അസസ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ട് വെച്ചിട്ട് അസസ്മെന്റ് റിപ്പോർട്ട് ഉൾപ്പെടെ RTOയ്ക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് ലേലം ചെയ്യാൻ വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നു. ജോയിന്റ് RTOയുടെ വാല്യൂ അസസ്മെന്റ് റിപ്പോർട്ടിന്മേൽ RTOയാണ് നടപടികൾ കൈക്കൊള്ളേണ്ടതെന്നും CI പറഞ്ഞു. ജോയിന്റ് RTO റിപ്പോർട്ട് കിട്ടിയ ഉടനെ AMBക്ക് ലെറ്റർ കൊടുത്തായിരുന്നു. അപ്പോൾ AMB പറഞ്ഞത് ജോയിന്റ് RTOക്ക് റിപ്പോർട്ട് കൊടുത്താൽ ഉടനെ ഈ ബുധനാഴ്ചയോടുകൂടി തന്നെ അതിൻ്റെ വാല്യൂ അസസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സിറ്റി ന്യൂസ് റാന്നി. കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കേരളമൊട്ടാകെ ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ജൂൺ 26 ബുധനാഴ്ച നടക്കുന്ന ദിനാചരണത്തിൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആരോഗ്യം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ആരോഗ്യരക്ഷ നമ്മുടെ ലക്ഷ്യം എന്ന വിഷയത്തിൽ സമഗ്ര ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തുമെന്ന് യുവമണ്ഡലം ചെയർമാൻ ആയത്തിൽ സുദർശൻ അറിയിച്ചു. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ റാന്നി. വാർത്തകൾ തുടരുന്നു. തടിയൂർ ലയൺസ് ക്ലബിന്റെ 2013-2014 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. ലയൺസ് ക്ലബ്ബ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ MJF ലയൺ ഡോക്ടർ ജോർജ് മുഖ്യാതിഥിയായിരുന്നു. ലയൺസ് ക്ലബിന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ്സ് മെമ്പർഷിപ്പ് അച്ചീവ്മെന്റ് അവാർഡുകളടക്കം നിരവധി അവാർഡുകളാണ് തടിയൂർ ലയൺസ് ക്ലബിന് ലഭിച്ചത്.
തടിയൂർ ലയൺസ് ക്ലബിന്റെ 2013-14 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നു. തടിയൂർ മഹാത്മാ ഗ്രന്ഥശാല ഹാളിലായിരുന്നു വർണ്ണാഭമായ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. പ്രസിഡന്റ് ലയൺ കുഞ്ഞമ്മ മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ MJF ലയൺ ഡോക്ടർ ജോർജ് വർഗീസ് മുഖ്യ അതിഥിയായിരുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം നമുക്കറിയാം, V0 ആണ്. വിഷയത്തിലൊരു വിഷൻ നമ്മൾ എപ്പോഴും ഈ ലയൺ മാഗസിൻ എടുത്ത് നോക്കുമ്പോൾ കാണാം. വിഷൻ, വാട്ട് ഇസ് അവർ വിഷൻ? ടു ബി ദ ഗ്ലോബൽ ലീഡർ, ദി കമ്മ്യൂണിറ്റി ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ സർവീസ് ആണ് ആ വിഷൻ. ആ വിഷൻ പ്രാക്ടിക്കലാക്കുവാൻ വേണ്ടിയുള്ള മിഷനാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ടു എംപവർ ദ വോളണ്ടിയേഴ്സ്, ടു സ്റ്റെയർ ദ കമ്മ്യൂണിറ്റി, മീറ്റ് ഹ്യൂമാനിറ്റേറിയൻ നീഡ്സ്, എൻകറേജ് പീസ് ആൻഡ് പ്രൊമോട്ട് ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ത്രൂ ലയൺസ് ക്ലബ്ബ്. ഈ പറഞ്ഞതെല്ലാം ചെയ്യാൻ വേണ്ടി അംഗങ്ങളെ എംപവർ ചെയ്യുക, ശക്തരാക്കുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം. നമ്മുടെ ലയൺസ് പ്രസ്ഥാനം 1917 തുടങ്ങിയിട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി നോൺ ലയൺസ് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് 5 ക്വാളിറ്റിയാണ്, 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സർവീസ് മെന്റ് ആയിരിക്കണം. രണ്ടാമത്, സോഷ്യൽ സ്റ്റാറ്റസ്. മൂന്നാമത്, ഫിനാൻഷ്യലി സൗണ്ട്. സാമ്പത്തികമില്ലെങ്കിൽ ആരും എടുക്കുന്ന പറയാൻ പോകും. അതിനകത്ത് ജനകീയമൊന്നുമില്ല. നമുക്ക് സാമ്പത്തികം വേണം, കുറച്ച് പൈസയാകുന്നതാണ്. ഇന്റർനാഷണൽസ്, ഡിസ്ട്രിക്ട് ന്യൂസ്, പ്രോജക്റ്റുകൾ, ഇതെല്ലാം ചെയ്യാൻ കുറച്ച് പൈസ കൂടെ എടുക്കാം. മൂന്നാമത്, ക്ലബബിൾ. ക്ലബബിൾ എന്ന് പറഞ്ഞാൽ അമേബിലിറ്റി, അക്സെപ്റ്റബിലിറ്റി, അഡാപ്റ്റബിലിറ്റി, ഇതെല്ലാം ഉള്ള ആൾക്കാരെ മാത്രമേ എടുക്കാവുള്ളൂ. പുതിയതായി സ്ഥാനമേറ്റ പ്രസിഡന്റ് ലയൺ ഷാജി കോട്ടുകുന്നേൽ, പ്രസിഡന്റ് ലയൺ ഫിലിപ്പ് വർഗീസ് സെക്രട്ടറി, ലയൺ ജോൺസൺ കോശി ട്രഷറർ, ലയൺ കുഞ്ഞമ്മ മത്തായി IPP, ലയൺ PK നായർ ഫസ്റ്റ് VP, ലയൺ ലീന ലാലു ജോൺ സെക്കൻഡ് VP, ലയൺ വർഗീസ് മാത്യു തേർഡ് VP, ലയൺ ഷൈനി സുധീർ ജോയിന്റ് സെക്രട്ടറി, ലയൺ സുധീർ ലയൺ ടൈമർ, MJF ലയൺ തോമസ് മത്തായി ടെയിൽ ട്വിസ്റ്റർ, അഡ്വക്കേറ്റ് ലാലു ജോൺ PRO, ലയൺ അനീഷ അബ്രഹാം MCC എന്നിവരും ലിയോ ഭാരവാഹികളായി ലിയോ കിരൺ ഷാജി പ്രസിഡന്റ്, ലിയോ ഡോണ കോശി സെക്രട്ടറി, ലിയോ ക്രിസ് കോശി ജോൺ ട്രഷറർ എന്നിവരുമാണ് പുതിയ ഭാരവാഹികളായി ചുമതലയേറ്റത്. സ്ഥാനാരോഹണ ചടങ്ങിൽ ലയൺസ് ക്ലബിന്റെ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ MJF ലയൺ ഡോക്ടർ ജോർജ് മാത്യു നിർവഹിച്ചു. ലയൺസ് ക്ലബിന്റെ ഇന്റർനാഷണൽ പ്രസിഡൻസ് മെമ്പർഷിപ്പ് അച്ചീവ്മെന്റ് അവാർഡ്, ക്ലബ് എക്സലൻസി അവാർഡ്, റിട്ടനേഷൻ അവാർഡ് എന്നിവയടക്കം തടിയൂർ ലയൺസ് ക്ലബിന് നിരവധി അവാർഡുകളാണ് ലഭിച്ചത്. 2011-12 മികച്ച പ്രവർത്തനത്തിനുള്ള ഈ അവാർഡുകൾ MJF ലയൺ തോമസ് മത്തായി ഡോക്ടർ ജോർജ് മാത്യുവിൽ നിന്നും ഏറ്റുവാങ്ങി. കൈരളി TV ഗന്ധർവ സംഗീതത്തിൽ 11ാം സ്റ്റേജിലെത്തി നിൽക്കുന്ന സുമേഷ് അവതരിപ്പിച്ച സംഗീത നിശയും കൊച്ചുകുട്ടികളുടെ വിവിധ കലാപരിപാടികളും ചടങ്ങിന് മാറ്റേകി. വർഷകാലത്ത് കൂടുവയ്ക്കാൻ ഇടവരുമോ നീ? ചടങ്ങിൽ MJF ലയൺ തോമസ് മത്തായി, ലയൺ ഷൈനി സുധീർ, ബോബി പിയാത്തോ, മുൻ സോൺ ചെയർമാൻ സുരേഷ് വഞ്ചിപ്പാലം, ലീന ലാലു ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഞാൻ ഇത്രയും വർഷങ്ങൾ ലയൺസ് ക്ലബിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഇത്രയും മനുഷ്യനെ സ്വാധീനിക്കുന്നതായിട്ടുള്ള വ്യക്തി ഞാൻ ഡോക്ടറെ പുകഴ്ത്തി പറയാൻ പറഞ്ഞതല്ല. നമ്മുടെ ഇന്നത്തെ ഡിസ്ട്രിക്റ്റില് ഈ ഡിസ്ട്രിക്റ്റില് ഹോസ്പിറ്റലിൽ ഇതുപോലെ പല പല പ്രോജക്റ്റുകളും നമ്മുടെ എറണാകുളത്ത് വലിയ ക്യാൻസർ ഹോസ്പിറ്റൽ നമ്മൾ തുടങ്ങി, എല്ലാം കൂട്ടി ഇതുപോലെ പല പരിപാടികളും കേരളത്തിൽ തുടങ്ങി. In 1995, held various positions in the club and in the district. He enrolled as MJF in 2005, Mission 30 coordinator in 2005-06, and became the vice district governor
in 2006-07. വ്യാപാരി വ്യവസായി ജില്ലാ വൈസ് പ്രസിഡന്റ് ജി മണലൂർ, അയിരൂർ YMCA പ്രസിഡന്റ് CP സൈമൺ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. പ്രോജക്ടുകളുടെ ഉദ്ഘാടനം NJF ലയൺ KV എബ്രഹാം നിർവഹിച്ചു. നിയുക്ത പ്രസിഡന്റ് ഷാജി കോട്ടുകുന്നേൽ മറുപടി പ്രസംഗം നടത്തി. മെമ്പർഷിപ്പ് ഗ്രോത്തിന് കൂടുതലായ പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ട് ഞങ്ങളുടെ പ്രോജക്റ്റുകൾ അധികം നടന്നില്ല. ഈ വർഷം ഞങ്ങൾ 33 പ്രസിഡന്റുമാർ കൂടെ, ഞാൻ മാത്രമല്ല ഇവിടെ പ്രസിഡന്റ്, 33 പേര് കൂടെ ഒരു ശരീരമായിട്ട് അല്ലെങ്കിൽ ഒരു മനസ്സോടെ അടുത്ത നല്ല ഓരോ പ്രോജക്റ്റുകൾ ആലോചിക്കുന്നുണ്ട്. എല്ലാവരും സഹകരിക്കും എന്നുള്ള വിശ്വാസത്തിൽ കാരണം ഈ വർഷം ഞങ്ങൾക്ക് പ്രോജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മെമ്പർഷിപ്പ് ഗ്രോത്ത്. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി മുണ്ടപ്പുഴ ത്രൈക്കോട്ടിലത്ത് സനീഷ് നമ്പൂതിരി താമസിക്കുന്ന വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ഞായറാഴ്ച ഉച്ചയോടെ പെയ്ത മഴയെ തുടർന്നാണ് വീട് ഇടിഞ്ഞു വീണത്. വീടിന് സമീപത്തിരുന്ന ബൈക്കിന്റെ മുകളിലേക്കും വീടിന്റെ ഭാഗങ്ങൾ വീണ് ബൈക്കിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. വീടിന്റെയും സ്ഥലത്തിന്റെയും ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കോടതിയിൽ നിലവിൽ കേസുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നടപ്പ് വാർഷിക പദ്ധതി രേഖകൾ അംഗീകരിക്കുന്നതിനായുള്ള ജില്ലാ ആസൂത്രണ സമിതിയുടെ യോഗം 29-ാം തീയതി ഉച്ചയ്ക്ക് 2:30 ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരും. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. ആയിരക്കണക്കിന് തീർത്ഥാടകർ ഉൾപ്പെട്ട പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും 10,000-കണക്കിന് ആളുകളെ കാണാതാവുകയും ചെയ്തിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അലംഭാവം തുടരുകയാണെന്ന് റാന്നി ഹിന്ദുമത പരിഷത്ത് വാർഷിക സമ്മേളനം അംഗീകരിച്ച പ്രമേയം പറയുന്നു. ശിവഗിരി മഠത്തിലേതുൾപ്പെടെയുള്ള സന്യാസിമാരെയും തീർത്ഥാടകരെയും തിരികെ എത്തിക്കുന്നതിൽ സർക്കാർ കാട്ടുന്ന അലംഭാവം അവസാനിപ്പിക്കണമെന്ന് പ്രമേയം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പരിഷത്തിന്റെ പുതിയ ഭാരവാഹികളായി PN നീലകണ്ഠൻ നമ്പൂതിരി പ്രസിഡന്റ്, KP ദാമോദരൻ, PK ഗോപകുമാർ, ജഗദമ്മരാജൻ വൈസ് പ്രസിഡന്റുമാർ, PA ബാലകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി, രാജേഷ് ആനമാടം ജോയിന്റ് സെക്രട്ടറി, TC കുട്ടപ്പൻ നായർ ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു. നിര്യാതനായി റാന്നി പഴവങ്ങാടി പാറയ്ക്കാമണ്ണിൽ PP ചാക്കോ നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം 26-ാം തീയതി ബുധനാഴ്ച 12 മണിക്ക് പഴവങ്ങാടിക്കര ഇമ്മാനുവൽ മർത്തോമ പള്ളിയിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്പീക്കർ ഭരണകക്ഷിയുടെ ചട്ടകമായാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. വിവാദങ്ങളിലും പ്രതിഷേധങ്ങളിലും സ്തംഭിച്ച നിയമസഭ 2 ആഴ്ചത്തേക്ക് പിരിഞ്ഞു. റാന്നി പോലീസ് വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ലേല നടപടികൾക്ക് തുടക്കമായി. തടിയൂർ ലയൺസ് ക്ലബിന്റെ 2013-2014 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.